അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മയ്യീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഖുതുബയിൽ ഇസ്ലാം കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പലതും ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മുടെ അഖീദ ഗവേഷകർ ഇസ്ലാം കാര്യങ്ങളെ ക്രോഡീകരിച്ചിട്ടുള്ളത് എന്ന് നാം പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സാക്ഷരത, അക്ഷരാഭ്യാസം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ വചനത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് ഇസ്ലാം കാര്യങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളത്. അക്കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നു എന്നത് വ്യാജ വർത്തമാനമാണ്, അത് കെട്ടുകഥയാണ്. മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നില്ല, മുഹമ്മദ് നബി സാക്ഷരനായിരുന്നു. വായിക്കാനും എഴുതാനും കഴിവുള്ള അറിവുള്ള ആളായിരുന്നു മുഹമ്മദ് നബി. അങ്ങനെയുള്ള ആളെ മാത്രമേ അള്ളാഹു പ്രവാചകനാക്കിയിട്ടുള്ളൂ, അങ്ങനെയുള്ളവരെ മാത്രമേ പ്രവാചകന്മാരാക്കുകയുള്ളൂ എന്ന് നാം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ വലിയ ചർച്ച നടന്നു. സോഷ്യൽ മീഡിയ പണ്ഡിതന്മാരിൽ പലരും വന്ന് മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നു എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തമായ തത്രപ്പാടുകളാണ് കഴിഞ്ഞ ആഴ്ച കണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിറ്റി വിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ വരുത്തേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നോ? ഇതാണ് നാം അന്വേഷിക്കുന്ന ഒരു പ്രമേയം. മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നില്ല, സാക്ഷരനായിരുന്നു എന്നുള്ളതിന് ചരിത്രപരമായ തെളിവുകളുണ്ട്, ഖുർആനികമായ തെളിവുകളുണ്ട്, സാഹചര്യ തെളിവുകളുണ്ട്. എന്നാൽ മുഹമ്മദ് നബി നിരക്ഷരനായിരുന്നു എന്നുള്ളതിന് പരമ്പരാഗതമായി കേട്ടുവന്ന കേൾവി മാത്രമാണ് ആധാരമായിട്ടുള്ളത്. ഒന്നാമതായി, പ്രവാചകന്മാരെക്കുറിച്ചുള്ള ഖുർആനിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളിലൊന്ന് അവർ സർവ്വന്യൂനതകളിൽ നിന്നും മുക്തരായിരിക്കണം എന്നുള്ളതാണ്. സമൂഹത്തിന് മാതൃകയായിരിക്കണം പ്രവാചകന്മാർ. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ലഖദ് കാന ഫി ഇബ്രാഹിം ഉസ്വത്തുൻ ഹസന. ഇബ്രാഹിം നബിയിലും ഇബ്രാഹിം നബിയുടെ കൂടെ ഉള്ളവരിലും മുഹമ്മദ് നബിയിലുമൊക്കെ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർ പുലർത്തിയിട്ടുള്ള നിലപാടുകളിൽ മാതൃകയുണ്ട് എന്നുള്ളതാണ്. മുഹമ്മദ് നബിയുടെ മാതൃക സുന്നത്ത് എന്ന നിലക്ക് സാങ്കേതികമായി പറഞ്ഞു വരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പറയേണ്ടത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ സുന്നത്ത് എന്നുള്ള നിലക്ക് നാം ഇന്ന് പറഞ്ഞു വരുന്നതും കേട്ടുവരുന്നതുമായ സംഗതി താടി സുന്നത്താണ്, വലത്തേത് മുന്തിക്കൽ സുന്നത്താണ്,
ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഇടതുകാല് വെക്കൽ സുന്നത്താണ്, വലതുകാല് വെച്ച് പുറത്തിറങ്ങൽ സുന്നത്താണ്. ഇങ്ങനെ സുന്നത്തിന് മറ്റൊരു രൂപവും മാനവുമാണ് നാം നൽകിയത്. എന്നാൽ സുന്നത്തെന്ന് പറയുന്നത് പ്രവാചകന്റെ നിലപാടുകളും മൂല്യങ്ങളുമായിരുന്നുവെന്നും പ്രവാചകൻ സത്യം പറഞ്ഞതുകൊണ്ട് ഞാൻ സത്യമേ പറയൂ, അതാണ് സുന്നത്ത്. പ്രവാചകൻ ധാർമ്മികത പുലർത്തിയതുകൊണ്ട് ഞാൻ ധാർമ്മികത പുലർത്തും, അതാണ് സുന്നത്ത്. പ്രവാചകൻ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളാണ് പ്രവാചകന്റെ സുന്നത്ത് എന്നതിൽ നിന്ന് പ്രവാചകനെ ഇമിറ്റേറ്റ് ചെയ്യുക, അതാണ് സുന്നത്ത് എന്ന് വരുത്തി തീർത്തു. അപ്പോൾ പ്രവാചകൻ നിരക്ഷരനായിരുന്നു എന്ന് വരുമ്പോൾ നിരക്ഷരത സുന്നത്താണ് എന്ന് വരും. പ്രവാചകൻ 6 വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ചു എന്ന് വരുമ്പോൾ 6 വയസ്സുള്ള ബാലികയെ വിവാഹം ചെയ്യൽ സുന്നത്താണ് എന്ന് വരും. അല്ലെങ്കിൽ ഇക്കൂട്ടർ പറയണം പ്രവാചകന്റെ എല്ലാ കർമ്മങ്ങളും സുന്നത്തല്ല എന്ന് പറയണം. എന്തിനാണ് സുന്നത്തെന്ന് പറയുന്നത്? അഖ്വാലുഹു വ അഫ്ആലുഹു വ ഇഖ്റാറുഹു, പ്രവാചകന്റെ വാക്കുകൾ സുന്നത്താണ്, പ്രവാചകന്റെ കർമ്മങ്ങൾ സുന്നത്താണ്, പ്രവാചകന്റെ മൗനാനുവാദം പോലും സുന്നത്താണ് എന്ന് പറയുന്ന കൂട്ടർ 6 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്നു, എന്നിട്ട് അത് സുന്നത്തല്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ 6 വയസ്സുള്ള കുട്ടിയെ വിവാഹം ചെയ്യൽ സുന്നത്താണ്, ഇന്ന് സാഹചര്യമില്ലാത്തത് കൊണ്ട് നമ്മൾ ആ സുന്നത്ത് എടുക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. പ്രവാചകൻ നിരക്ഷരനായിരുന്നു എന്ന് വരുമ്പോൾ നിരക്ഷരത സുന്നത്താണ്, ഇങ്ങനെയാണ് വരിക. നിരക്ഷരത സുന്നത്താണ്. പ്രവാചകൻ തലയെക്കെട്ട് കെട്ടി, അതുകൊണ്ട് തലയെക്കെട്ട് കെട്ടൽ സുന്നത്തല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? പ്രവാചകൻ വലതുകാലിൽ ചെരുപ്പ് ആദ്യം ധരിച്ചു, അതുകൊണ്ട് വലതുകാലിൽ ചെരുപ്പ് ധരിക്കൽ സുന്നത്താണെന്നല്ലേ പറയുന്നത്? പ്രവാചകൻ സുർമ ഇട്ടു, അതുകൊണ്ട് സുർമയിടൽ സുന്നത്താണെന്നല്ലേ പറയുന്നത്? പ്രവാചകൻ വെള്ളവസ്ത്രം ധരിച്ചു, അതുകൊണ്ട് വെള്ളവസ്ത്രം ധരിക്കൽ സുന്നത്താണെന്നല്ലേ പറയുന്നത്? അപ്പോൾ പ്രവാചകൻ നിരക്ഷരനാണെങ്കിൽ നിരക്ഷരത സുന്നത്താണ്. സാക്ഷരത അപ്പം എന്താവും? കറാഹത്താണെന്ന് വരും, ഏറ്റവും ചുരുങ്ങിയത് കറാഹത്തെങ്കിലും ആവും. ഇങ്ങനല്ലേ വരേണ്ടത്? അപ്പോൾ പ്രവാചകൻ നിരക്ഷരനാണ് എന്ന് പറയുന്നവർ അറിഞ്ഞോ അറിയാതെയോ സമൂഹത്തിലേക്ക് നൽകുന്ന സന്ദേശം സാക്ഷരത അത്ര നല്ല കാര്യമല്ല എന്നാണ്. നിരക്ഷരതയാണ് ഏറ്റവും നല്ലത് എന്നാണ്. നിരക്ഷരതയാണ് പ്രവാചകന്റെ സുന്നത്ത്. എന്നാൽ അറിയേണ്ടത് പ്രവാചകന്മാരിൽ ആരും നിരക്ഷരരായിരുന്നില്ല എന്നുള്ളതാണ്. അല്ലമ ആദമൽ അസ്മാ കുല്ലഹ, അവിടെ തുടങ്ങുന്നുണ്ട്. ആദ്യത്തെ നബി ആദം നബി ആണെങ്കിൽ ആദം നബിയിൽ തുടങ്ങുന്നുണ്ട് സാക്ഷരത. വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ, ആദം എന്തുകൊണ്ട് നബിയായി, ആദം എന്തുകൊണ്ട് ഖലീഫയായി, ആദം എന്തുകൊണ്ട് ആദ്യത്തെ പ്രജയായി എന്ന് ചോദിച്ചാൽ ആദമിന് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. അറിവെന്ന് പറയുന്നത്, അറിവിൻ്റെ ആദ്യപടി സാക്ഷരതയാണ്. അറിവ് ആദം സാക്ഷരനായിരുന്നു. ആ ആദമിൻ്റെ പിന്മുറക്കാരിൽ ഇങ്ങേ തരക്ക് നിൽക്കുന്ന മുഹമ്മദ് നിരക്ഷരനായിരുന്നു എന്ന് പറയാൻ എന്തുണ്ട് ന്യായം? പ്രവാചകന്മാർ എല്ലാ അയ്ബുകളിൽ നിന്നും എല്ലാ ന്യൂനതകളിൽ നിന്നും സുരക്ഷിതരാണ്, സംരക്ഷിക്കപ്പെട്ടവരാണ്. സാക്ഷരത ഏതെങ്കിലും കാലത്ത് ബഹുമാന്യതയായി, സാക്ഷരത ഏതെങ്കിലും കാലത്ത് ആദരണീയതയായി വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അറിയേണ്ടത് അബൂ ജാഫറുൽ ജവാദ് എന്ന് പറയുന്ന മഹാനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം വായിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, യഖൂലു ബഅദുന്നാസി, ചില മനുഷ്യർ പറയുന്നു, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യക്തുബ് വലം യഖ്റ, പ്രവാചകൻ എഴുതിയിട്ടുമില്ല, ജീവിതത്തിൽ വായിച്ചിട്ടുമില്ല എന്ന് ചിലരൊക്കെ പറയുന്നു. ഖദബു, അവർ പറയുന്നത് കള്ളമാണ്. അലൈഹിം ലഅനത്തുല്ലാ, അവരുടെ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ, അത്രമാത്രം കള്ളമാണ് അവർ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലാഹു തആല യഖൂൽ, അല്ലാഹു പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയ്യീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി, നമ്മുടെ വചനങ്ങൾ ഓതിപ്പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് നാം നിയോഗിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. വകൈഫ കാന യുഅല്ലിമുഹും മാ ലാ യുഹ്സിൻ, പഠിക്കാത്ത ആളെങ്ങനെയാണ് പഠിപ്പിക്കുക? അദ്ദേഹം ചോദിക്കുന്നു, പഠിക്കാത്ത ആളെങ്ങനെയാണ് പഠിപ്പിക്കുക? വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ലഖദ് കാന റസൂലു യഖ്റഉ വ യക്തുബ്, പ്രവാചകൻ എഴുതുകയും വായിക്കുകയും ചെയ്തിട്ടുണ്ട്. വ ഇന്നമാ സുമ്മിയൽ ഉമ്മിയു, ഉമ്മിയെ എന്ന് അദ്ദേഹത്തിന് നാമം വന്നത് ലിഅന്നഹു കാന മിൻ അഹ്ലി മക്ക, അദ്ദേഹം മക്കക്കാരനാണ് എന്നതുകൊണ്ടാണ്. മക്ക ഉമ്മുൽ ഖുറയാണ്, ഉമ്മുൽ ഖുറയിൽ ജനിച്ചവർക്ക് ഉമ്മി എന്ന് പറയും, അല്ലാതെ നിരക്ഷരൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ഞാനിത് വായിച്ചത്
എത്രമേൽ ഗൗരവത്തോടെയാണ് പൂർവ്വകാല പണ്ഡിതന്മാർ പ്രവാചകൻ നിരക്ഷരനാണ് എന്ന വാദത്തെ കണ്ടിരുന്നത് എന്നാണ്. അലൈഹിം ലഅനത്തുള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. പ്രവാചകൻ സാക്ഷരനാണ്. ഖുർആനിലെ തെളിവുകളിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഞാൻ ചോദിക്കുന്നു, പ്രവാചകൻ മക്കയിലെ അറിയപ്പെടുന്ന ഒരു തറവാട്ടിൽ ജനിച്ചയാളാണ്. തറവാട് മഹിമയൊന്നും ഇല്ല കേട്ടോ. പക്ഷേ നാട്ടാചാരപ്രകാരം, നാട്ടു സമ്പ്രദായ പ്രകാരം ഖുറൈശി ഗോത്രത്തിൽ ഹാഷിം വംശത്തിൽ പറഞ്ഞയാളാണ്. പ്രവാചകനെ വളർത്തിയത് അബൂ താലിബാണ്. ആദ്യം അബ്ദുൽ മുത്തലിബ് 8 വയസ്സ് വരെ. ഈ അബ്ദുൽ മുത്തലിബിൻ്റെ പ്രവാചകൻ്റെ സമപ്രായക്കാരായ മക്കളാണ് ഹംസയും അബ്ബാസും. ഇത് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ഹംസയും അബ്ബാസും സാക്ഷരരാണ്, അക്ഷരാഭ്യാസമുള്ളവരാണ്, സാഹിത്യ പടുക്കളാണ്. അവരോടൊപ്പമാണ് മുഹമ്മദ് വളർന്നത്. ഈ കുഞ്ഞു മുഹമ്മദിനെ തൻ്റെ 2 മക്കളെ സാക്ഷരരാക്കുന്നതോടൊപ്പം അനാഥനായ തൻ്റെ പൗത്രനെ വീട്ടിൽ പിടിച്ചിരുത്തി പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്ന ക്രൂരനായിരുന്നു അബ്ദുൽ മുത്തലിബ്. അങ്ങനെ ഉണ്ട് കേട്ടോ. എൻ്റെ ഗുരുവര്യനായ KT അബ്ദുറഹീം സാഹിബ് എന്നോട് പറഞ്ഞു തന്നൊരു അനുഭവം ഉണ്ട് എനിക്ക്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം, ആളുടെ പേരും കാര്യങ്ങളൊന്നും പറയാതെ, അതിങ്ങനെയാണ്. മകളുടെ കുട്ടി അനാഥയായി വീട്ടിലിരിക്കുമ്പോൾ സ്വന്തം കുട്ടികൾക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുകയും അനാഥയായ പൗത്രിക്ക് മിഠായി കൊടുക്കാതിരിക്കുകയും ചെയ്ത ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, സ്വന്തം മക്കൾക്ക് ചിലവിന് കൊടുക്കാനേ ഫിഖ്ഹിൽ നിയമമുള്ളൂ, പൗത്രന്മാർക്ക് ചിലവിന് കൊടുക്കാൻ ഫിഖ്ഹിൽ നിയമമില്ല എന്നായിരുന്നു. ഇത് സാങ്കല്പിക കഥയല്ല, നടന്ന കഥയാണ്, നടന്ന സംഭവമാണ്. ഇതുപോലുള്ള ഒരു ഫിഖ്ഹ് പഠിച്ച പണ്ഡിതനല്ല അബ്ദുൽ മുത്തലിബ്. അതുകൊണ്ട് സ്വന്തം മക്കൾക്ക് അക്ഷരാഭ്യാസം നൽകുമ്പോൾ അനാഥനായ പൗത്രൻ മുഹമ്മദിനും അക്ഷരാഭ്യാസം നൽകാൻ മാത്രം ഹൃദയവിശാലതയുള്ള ഒരു മാന്യനായിരുന്നു അബ്ദുൽ മുത്തലിബ്. അപ്പോൾ ഹംസക്കും അബ്ബാസിനും അക്ഷരാഭ്യാസം നൽകുമ്പോൾ അക്കൂട്ടത്തിൽ മുഹമ്മദിനും അക്ഷരാഭ്യാസം നൽകിയിരുന്നു. അതവിടെ നിൽക്കട്ടെ. അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബിയുടെ 8-ാം വയസ്സിൽ മരിച്ചുപോയി. അതിനുശേഷം വളർത്തിയതാരാണ്? അബൂ താലിബാണ്. അബൂ താലിബിന് മുഹമ്മദിനോടുള്ള സമീപനം എന്തായിരുന്നു? മുഹമ്മദിനോടുള്ള സമീപനം തൻ്റെ മക്കളെക്കാൾ ഇഷ്ടമായിരുന്നു, സ്നേഹമായിരുന്നു. മുഹമ്മദ് നബിയുടെ പ്രായക്കാരനാണ് ജാഫർ. മുഹമ്മദ് നബിയുടെ പ്രായക്കാരനാണ്. ജാഫറിനെ പാഠശാലയിൽ അയച്ചു, അധ്യാപകനെ വെച്ചു, അക്ഷരം പഠിപ്പിച്ചു. മുഹമ്മദ് നബിയേക്കാൾ ചെറിയ പ്രായമാണ് അലിയിനെയും അക്ഷരം പഠിപ്പിച്ചു. അക്കൂട്ടത്തിൽ മുഹമ്മദിനെ അക്ഷരം പഠിപ്പിച്ചില്ല, മാറ്റി നിർത്തി അബൂ താലിബ് എന്ന് പറയാനൊക്കുമോ? എന്ന് വെച്ചാൽ സാഹചര്യങ്ങൾ മുഴുവനും, ചരിത്രപരമായ സാഹചര്യങ്ങൾ മുഴുവനും മുഹമ്മദ് നബി അക്ഷരം പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനേ സാധിക്കുകയുള്ളൂ. മുഹമ്മദ് നബി അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് യാതൊരു തെളിവുമില്ല, കേട്ടുകേൾവി മാത്രമാണ് ആധാരം. അപ്പോൾ അബ്ദുൽ മുത്തലിബും അബൂ താലിബും തൻ്റെ മക്കളോടൊപ്പം വളർന്ന മുഹമ്മദിന് തൻ്റെ മക്കൾക്ക് നൽകിയതുപോലുള്ള അക്ഷരാഭ്യാസവും പഠനവും അധ്യാപനവും നൽകിയിരുന്നു എന്നർത്ഥം. അങ്ങനെയാണ് പ്രവാചകനെ പഠിപ്പിച്ചത്. ഇനി ഖുർആനിലേക്ക് വരാം. ഖുർആനിലേക്ക് വരുമ്പോൾ പ്രവാചകൻ നിരക്ഷരനാണ് എന്ന് വാദിക്കുന്ന ആളുകൾ പറയുന്ന ഒരായത്തുണ്ട്. അതിതാണ്, വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക് ഇദൽ ലർതാബൽ മുബ്തിലൂൻ. നീ ഒരു പുസ്തകവും മുമ്പ് വായിച്ചിട്ടുമില്ല, നീ ഒന്നും എഴുതിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിലല്ലേ ഈ ആളുകൾ സംശയിക്കേണ്ടതുള്ളൂ. എന്താണ് അതിൻ്റെ അർത്ഥം? നീ മുമ്പൊരു വേദവും വായിച്ചിട്ടില്ല. വമാ കുന്ത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ, നീ ഒരു വേദവും മുമ്പ് വായിച്ചിട്ടില്ല. ശരിയാണ്, മുഹമ്മദ് നബി ഒരു വേദവും വായിച്ചിട്ടില്ല. ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രവാചകൻ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു എന്നാണ്, വായിക്കാൻ അറിയുന്ന ആളായിരുന്നു എന്നാണ്. നീ മുമ്പൊരു വേദവും വായിച്ചിട്ടില്ല. വലാ തഖുത്തുഹു ബിയമീനിക, നീ ഒരു പുസ്തകം എഴുതിയിട്ടുമില്ല. നീ എഴുത്തുകാരനല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എഴുതാൻ അറിയില്ല എന്നാണോ? എഴുത്തുകാരനല്ല എന്നാണ് അള്ളാഹു പറയുന്നത്. നീ ഒരു പുസ്തകം എഴുതുന്ന ആളല്ല, നീ മുമ്പ് ഒരു വേദവും വായിച്ചിട്ടുമില്ല. ഇതിനർത്ഥം പ്രവാചകൻ അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നു എന്നാണ്. വേദം വായിച്ചിട്ട് പകർത്തി എഴുതിയതല്ല, നീ ഒരു എഴുത്തുകാരനുമല്ല എന്നാണ് ഖുർആനിൽ സൂറ അങ്കബൂത്തിൽ അള്ളാഹു പറയുന്നത്. ഈ ആയത്തെടുത്തിട്ടാണ് പറയുന്നത് മുഹമ്മദ് നബി ഒന്നും വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ആളാണെന്നും എഴുതാൻ അറിഞ്ഞുകൂടാത്ത ആളാണെന്നും ഖുർആൻ പറഞ്ഞിട്ടില്ലേന്ന്. എങ്കിൽ ഖുർആനിൽ മറ്റൊരായത്തിൽ പറയുന്നത്, പല ആയത്തുകളിലും പറയുന്നത്, യത്ലു അലൈഹിം ആയാതിഹി, അദ്ദേഹം അവർക്ക് വേദം ഓതിക്കൊടുക്കും, വായിച്ചു കൊടുക്കും. വായിക്കുക എന്നുള്ളത് തിലാവത്ത്
എന്നുള്ള കാര്യം തിലാവത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓതുക, നോക്കി വായിക്കുക. ഇതാണ് തിലാവത്ത്. ഈ നോക്കി വായിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് യത്ലു അലൈഹിം ആയാതിഹി എന്ന് പറയാ? റസൂലും മിനല്ലാഹി യത്ലു സുഹഫൻ മുതഹറ. അല്ലാഹു തആല പറയുന്നു സൂറ ബയ്യിനയിൽ, അള്ളാഹുവിൻ്റെ ദൂതൻ അവർക്ക് കിതാബ് വായിച്ചു കൊടുക്കും. കിതാബ് വായിച്ചു കൊടുക്കണമെങ്കിൽ മറ്റത് കാണാപ്പാടം പഠിപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയല്ലേ? കിതാബ് വായിച്ചു കൊടുക്കും. യത്ലു അലൈഹിം എന്നാണ്. യത്ലു അലൈഹിം, അവർക്ക് ഓതിക്കൊടുക്കും. ഓതിക്കൊടുക്കണമെങ്കിൽ, വായിച്ചു കൊടുക്കണമെങ്കിൽ വായിക്കാൻ അറിയണം. വയുഅല്ലിമുഹുമുൽ കിതാബ, യുഅല്ലിമുഹുമുൽ കിതാബ, അദ്ദേഹം അവർക്ക് കിതാബ് പഠിപ്പിച്ചു കൊടുക്കും. അല്ലമ യുഅല്ലിമു എന്ന് പറഞ്ഞാൽ അറിയാത്തത് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുക? കാണാപ്പാടം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലല്ലോ. ഒരു അക്ഷരം അറിയാത്ത ഒരു അധ്യാപകൻ കുട്ടികൾക്ക് എങ്ങനെ അക്ഷരം പഠിപ്പിച്ചു കൊടുക്കും? വായിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെ വായിക്കാൻ പഠിപ്പിച്ചു കൊടുക്കും? യുഅല്ലിമുഹുമുൽ കിതാബ് എങ്കിൽ അള്ളാഹുവിന് തെറ്റിയെന്ന് പറയേണ്ടി വരും. എന്ന് വെച്ചാൽ വിശുദ്ധ ഖുർആനിന് വിരുദ്ധമാണ് ഇക്കൂട്ടർ പറയുന്നത് എന്നർത്ഥം. അപ്പോൾ ഉമ്മി എന്ന പദം അല്ലാഹു തആല പറഞ്ഞിട്ടില്ലേ? ഉമ്മിയായ പ്രവാചകൻ എന്ന് പറഞ്ഞിട്ടില്ലേ? ഉമ്മി എന്ന പദത്തിന് അർത്ഥം നിരക്ഷരൻ എന്നല്ല, മറിച്ച് അതിൻ്റെ അർത്ഥം കേൾക്കണം. അതിൻ്റെ അർത്ഥം ഉമ്മുൽ ഖുറ എന്ന നാട്ടിനോട് ചേർത്തിട്ടാണ് ഉമ്മി എന്ന പ്രയോഗം ഉണ്ടായത് എന്ന് ഖുർത്തുബിയിൽ പറയുന്നു. സുമ്മിയൻ നബിയു ബിൽ ഉമ്മി നിസ്ബതൻ ഇലാ മക്ക ഉമ്മുൽ ഖുറ. ഉമ്മുൽ ഖുറ എന്ന നാടായ മക്കയിലേക്ക് ചേർത്തുകൊണ്ട് മക്കയിൽ ജനിച്ചയാൾ എന്ന അർത്ഥത്തിലാണ് ഉമ്മി എന്ന് പ്രയോഗിക്കുന്നത് എന്ന് ഖുർത്തുബി പറയുന്നു. തഫ്സീറുകളിൽ കാണാം. റാസിയിൽ ഈ അഭിപ്രായം എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. തബരിയിലുണ്ട്. ഉമ്മുൽ ഖുറയിലേക്ക് ചേർത്താണ്. അങ്ങനെയുണ്ട്. റയ്യ എന്ന നാട്ടിൽ ജനിച്ചത് കൊണ്ട് റാസി എന്ന പേര് കിട്ടി. ഗസാൽ എന്ന നാട്ടിൽ ജനിച്ചത് കൊണ്ട് ഗസാലി എന്നുള്ള പേര് കിട്ടി. ജീലാൻ എന്ന നാട്ടിൽ ജനിച്ചത് കൊണ്ട് ജീലാനി എന്നുള്ള പേര് കിട്ടി. ഉമ്മുൽ ഖുറയിൽ ജനിച്ചവർക്ക് ഉമ്മി എന്ന പേര് കിട്ടും. അങ്ങനെയാണ്. ഇപ്പൊ ഷാ വലിയുല്ലാഹി ദഹ്ലവി ഡൽഹിയിൽ ജനിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് ദഹ്ലവി എന്നുള്ള പേര് കിട്ടിയത്. അങ്ങനെയാണ് അറബിയിൽ ഒരു നാട്ടിൽ ജനിച്ചാൽ ആ നാട്ടിനോട് ചേർത്തിട്ട് ബഗ്ദാദി, ജീലാനി, കീലാനി എന്നൊക്കെ പറയും. അതുപോലെ ഉമ്മുൽ ഖുറയിൽ ജനിച്ചയാൾക്ക് ഉമ്മി എന്നാണ് പറയുക. അങ്ങനെയാണ് മുഹമ്മദ് നബിക്ക് ഉമ്മി എന്ന പ്രയോഗം. ഇനി വേറൊന്ന് നോക്കുക. ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. അതിനർത്ഥം എന്താ വെക്കുക? ഇവര് ഉമ്മിയീങ്ങളിലേക്ക് അയച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് വെച്ചാൽ നിരക്ഷരരായ മക്കാരെന്ന് പറയാൻ പറ്റുമോ? മക്ക എന്ന നാട് സാക്ഷരരാണെന്ന് മാത്രമല്ല, സാഹിത്യ പടുക്കളാണ്, കവിയരങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ്, കഥാ അരങ്ങുകൾ നടക്കുന്ന സ്ഥലമാണ്. എല്ലാ ദിവസവും എല്ലാ മുക്കിലും മൂലയിലും കവിയരങ്ങുണ്ടാകും. കഅബയിൽ കവിത ആദ്യം അവതരിപ്പിക്കും. ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടും. ഇങ്ങനെ സാഹിത്യ സമ്പുഷ്ടമായ ഒരു നാടായ മക്കയെക്കുറിച്ച് ഉമ്മീൻ എന്നാണ് ഖുർആൻ ആ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞത്. എന്ന് വെച്ചാൽ നിരക്ഷരരായ സമൂഹം എന്ന് പറയാൻ ഒക്കുമോ? ഒന്നുകിൽ അള്ളാഹ്ക്ക് മക്കാരെ കുറിച്ച് വിവരമില്ല എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഉമ്മീൻ്റെ അർത്ഥം അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. ഉമ്മീൻ്റെ അർത്ഥം നിരക്ഷരരെന്നല്ല, മക്കാരെന്നാണ് ഒരർത്ഥം. മറ്റൊരർത്ഥം എന്താണ്? മറ്റൊരർത്ഥം വേദമില്ലാത്തവർ എന്നാണ്. അത് ഇവിടെ പറയുന്നുണ്ട്. ഉമ്മീൻ എന്ന പദത്തിന്റെ അർത്ഥം അവർക്ക് കിതാബ് നൽകാത്തവർ എന്ന് ചില തഫ്സീറുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിരിക്കുന്നത് തബരിയിൽ പറഞ്ഞിരിക്കുന്നു, റാസിയിൽ പറഞ്ഞിരിക്കുന്നു, കശാഫിൽ പറഞ്ഞിരിക്കുന്നു. ഈ കിതാബുകളിലൊക്കെയും പറഞ്ഞിരിക്കുന്നു ഇവർക്ക് വേദം നൽകപ്പെടാത്തവർക്ക്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദം നൽകപ്പെട്ടവർ, ഉമ്മി എന്ന് പറഞ്ഞാൽ വേദം നൽകപ്പെടാത്ത സമൂഹം എന്ന് അഭിപ്രായമുണ്ട് എന്ന് ഇപ്പറയപ്പെട്ട തഫ്സീറുകളിലൊക്കെയും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം നിരക്ഷരൻ എന്നല്ല, സാക്ഷരൻ എന്നാണ്. ഒന്നുകൂടി മനസ്സിലാക്കണം. നിരക്ഷരനായ പ്രവാചകനോട് അല്ലാഹു തആല ഇഖ്റ എന്ന് പറയാൻ എന്താണ് ന്യായം? ഇഖ്റ എന്ന് അള്ളാഹ്ക്ക് വിവരമില്ലാതെ പാടില്ലല്ലോ. അള്ളാഹു ഒരാളോട് പറയുന്നു ഇഖ്റ, അയാൾക്ക് വിവരമില്ല, അക്ഷരം വായിക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരാളോട് അള്ളാഹു ഇഖ്റ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനല്ലേ തെറ്റുന്നത്? ഇക്കാര്യം പറയുന്നത് നോക്കുക. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് അള്ളാഹു പറയുന്നു. അന്നല്ലാഹ അല്ലാമുൽ ഗുയൂബ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഫഇന്നഹു കൈഫ യുഖാതബു മൻ ലാ യഅരിഫുൽ ഖിറാഅത വൽ കിതാബ ബിഅംറ ഇഖ്റ. ഇഖ്റ എന്ന് അള്ളാഹു തആല അക്ഷരാഭ്യാസമില്ലാത്ത ഒരാളോട് സർവജ്ഞനായ അള്ളാഹു പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? വായിക്കുക എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അങ്ങനെ പറയാനൊരു ന്യായവുമില്ല. ഇഖ്റ എന്ന് അള്ളാഹു പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവാചകന് വായിക്കാൻ അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം. വേറൊരു തെളിവ് നോക്കണ്ട, അത് തന്നെ മതി.
എന്നിട്ട് ഇവർ കഥയുണ്ടാക്കി. മാ അന ബിഖാരിഇൻ, എനിക്ക് വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ജിബ്രീൽ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു, വേദനിപ്പിച്ചു, വിട്ടു. എന്നിട്ട് വീണ്ടും ഇഖ്റ എന്ന് പറഞ്ഞു, മാ അന ബിഖാരി എന്ന് പറഞ്ഞു, വീണ്ടും കൂട്ടിപ്പിടിച്ചു, വിട്ടു. മൂന്നാമതും പറഞ്ഞു, കൂട്ടിപ്പിടിച്ചു, വിട്ടു. എന്നിട്ട് ഇഖ്റ. അപ്പം അല്ലാഹ് തോറ്റു. മൂന്നാമത് നബി ഇത് പറഞ്ഞപ്പോൾ അല്ലാഹ് തോറ്റു. അപ്പോൾ അല്ലാഹ് പറഞ്ഞു, എന്നാ ജിബ്രീലേ സാരില്ല, അങ്ങ് ഓതി കൊടുക്ക്. അങ്ങനെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഓതി കൊടുത്തു. നോക്കണം നിങ്ങൾ. എന്നിട്ടും റസൂലിന് വിശ്വാസമായിട്ടില്ല ഈ വന്നത് ജിബ്രീലാണെന്നും ഈ പറഞ്ഞത് വഹിയാണെന്നും ഖുർആനാണെന്നും. എന്നിട്ട് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ അടുത്ത് പോയിട്ട് മൂപ്പർ ഉറപ്പിച്ചിട്ടാണ് മുഹമ്മദ് നബി ഉറപ്പിക്കുന്നത്. ഇത് മറ്റൊരു പ്രവാചകനും ഇല്ലാത്തൊരു ദൗർബല്യമാണ് കേട്ടോ. മൂസാ നബിക്ക് അല്ലാഹു തആല ഇന്നനി അനല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബിക്ക് തിരിഞ്ഞു ഇത് അള്ളയാണെന്ന്. ഈസാ നബിക്കും തിരിഞ്ഞു, ബാക്കിയുള്ള നബിമാർക്കൊക്കെ തിരിഞ്ഞു. മുഹമ്മദ് നബിക്ക് തിരിയാൻ വൗഫലിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോഴാണ് ആഹാ അത് നല്ലയായിരുന്നല്ലേ എന്ന് മുഹമ്മദ് നബിക്ക് തിരിയുന്നത്. മുഹമ്മദ് നബി പൊട്ടനാ. ഇതാണ് ഇവർ വരുത്തി തീർക്കുന്നത്. മുഹമ്മദ് നബിക്ക് ഇതൊന്നും തിരിയൂല. മൂസാ നബിക്ക് തിരിഞ്ഞതും ഈസാ നബിക്ക് തിരിഞ്ഞതും ദാവൂദ് നബിക്ക് തിരിഞ്ഞതും ആദിൻ നബിക്ക് തിരിഞ്ഞതും മുഹമ്മദ് നബിക്ക് തിരിയൂല. വഹി വന്ന് ജിബ്രീൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് നോതി കൊടുത്തപ്പോൾ മുഹമ്മദ് നബി വിചാരിച്ചു അത് ശൈത്താനാണെന്ന്. അങ്ങനെയാണ് വന്നിട്ട് ഖദീജ ബീവിയോട് പറയുന്നത് ശൈത്താൻ കൂടിയെന്ന്. അപ്പോൾ ഖദീജ ബീവി പറയുന്നത് ശൈത്താനൊന്നും കൂടില്ല, ഞങ്ങൾ വരി. എന്നിട്ട് അപ്പുറത്ത് മൊയ്ലാരടുത്ത് പോയി. മൊയ്ലാർ പറഞ്ഞു അത് ശൈത്താനല്ല മലക്കാണ്. അപ്പോഴാണ് മുഹമ്മദ് നബിക്ക് മനസ്സിലായത്. മുഹമ്മദ് നബിയുടെ ദൗർബല്യം നോക്കണേ, വിവരമില്ലായ്മ നോക്കണേ. ഇങ്ങനെ മുഹമ്മദ് നബിക്ക് വിവരമില്ല, ഞാൻ നബിയാണ് എന്ന് പോലും തിരിയാത്ത ആളാണ് മുഹമ്മദ് നബി എന്ന് വരുത്തി തീർക്കുന്ന ഈ കെട്ടുകഥകളൊക്കെയും വായിച്ചിട്ടല്ലേ മുഹമ്മദ് നബിയോടുള്ള മുഹബ്ബത്ത് നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അറിയുന്ന ദൂതനാണ്. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അറിയുന്ന ദൂതനാണ് മുഹമ്മദ് നബി. അത് മനസ്സിലാക്കിയിട്ട് തന്നെ ഹിറാ ഗുഹയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നത്. അല്ലാതെ ഒരു മൊയ്ലാര സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടി വന്നില്ല. മൊയ്ലാര സർട്ടിഫിക്കറ്റ് വേണ്ട അള്ളാഹിൻ്റെ റസൂലിന് അറിയാം ഞാൻ റസൂലാണെന്ന്. എന്നിട്ട് മൊയ്ലാരെടുത്ത് കൊണ്ടുപോവാണ്. മൊയ്ലാരെടുത്ത് കൊണ്ടുപോയിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ ചെല്ലക്കാരനല്ല, നിങ്ങൾ റസൂലാണ്. ഓഹോ ഞാൻ റസൂലാണല്ലേ. അപ്പം അള്ളാനെ ആരാണ് മുഹമ്മദ് നബിയെ റസൂലാക്കിയത്? അള്ളയാണോ വറക്കത്താണോ? മൊയ്ലാര സർട്ടിഫിക്കറ്റ് കൊണ്ട് നബിയായിട്ട് വന്ന ഒരു റസൂലിനെ കുറിച്ചാണ് മുആവിയ പറയുന്നത്. അള്ളാഹുവിൽ നിന്ന് റസൂലാണെന്ന് മനസ്സിലാക്കി വന്ന മുഹമ്മദ് നബിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മൊയ്ലാര സർട്ടിഫിക്കറ്റ് വേണ്ട, അള്ളാഹു പറഞ്ഞ റസൂലാണ്. നിങ്ങൾക്ക് മുഹമ്മദ് നബി നിരക്ഷരനാണെന്ന് പറയേണ്ടതുണ്ട്. കാരണം മുഹമ്മദ് നബി കൊള്ളാത്തയാളാണെന്ന് പറയാൻ നിങ്ങൾക്കത് ആവശ്യമാണ്. മുഹമ്മദ് നബി നിരക്ഷരനല്ല, സമ്പൂർണ്ണ മനുഷ്യൻ, അൽ ഇൻസാനുൽ കാമിൽ. എന്തൊക്കെയാണോ ഒരു മനുഷ്യന് പൂർണ്ണനാകാൻ അനിവാര്യമായിട്ടുള്ളത് ആ വിശേഷണങ്ങളൊക്കെയും ചേർന്ന ഒരു സമ്പൂർണ്ണ മനുഷ്യനാണ്. ഒരു ന്യൂനതയുമില്ലാത്ത, ഏത് ഭാഗത്ത് നിന്ന് നോക്കിയാലും, ഏത് ആംഗിളിലൂടെ വീക്ഷിച്ചാലും, ഏത് ഡയമെൻഷനിൽ നോക്കിയാലും സമ്പൂർണ്ണ മനുഷ്യൻ, ഒരു സമ്പൂർണ്ണ വൃത്തം. അതാണ് മുഹമ്മദ് നബി. എവിടെയും ഒരു ന്യൂനതയില്ല. അതിൽ സാക്ഷരതയുണ്ട്, അതിൽ ധാർമ്മികതയുണ്ട്, കാരുണ്യമുണ്ട്, സ്നേഹമുണ്ട്. മുഹമ്മദ് നബിക്ക് ഒരാളുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൽ നിയോഗിതനായ സമ്പൂർണ്ണ പ്രവാചകനാണ്, അൽ ഇൻസാനുൽ കാമിൽ. എന്നിട്ട് പറയും നിരക്ഷരനാണ്. നിരക്ഷരത വലിയ മുഅ്ജിസത്താണ്. ചില ആൾക്കാർ പറയും നിരക്ഷരത വലിയ മുഅ്ജിസത്താണ്. അതെ, നിങ്ങളുണ്ടാക്കുന്ന മുഹമ്മദിനത് മുഅ്ജിസത്താണ്. കാരണം നിങ്ങളുണ്ടാക്കുന്ന മുഹമ്മദ് കൊള്ളാത്ത മുഹമ്മദാണ്. അള്ളാഹുവിൻ്റെ ദൂതൻ ആ മുഅ്ജിസത്തിൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ ദൂതൻ മനുഷ്യ സമൂഹം നിലനിൽക്കുന്ന കാലത്തോളം ഏതൊക്കെ മേഖലകളിൽ മാതൃക ആവശ്യമാണോ ആ മേഖലകളിലൊക്കെയും മാതൃകയായിട്ടുള്ള വ്യക്തിത്വമാണ്. അതാണ് മുഹമ്മദ് നബി, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മുഹമ്മദ് നബി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് കൂടി ഉണർത്തുകയാണ്. പ്രവാചക ശിഷ്യന്മാരെ നോക്കുക.
അതിൽ നിരക്ഷരരാരാണുള്ളത്? 90% പേരും പ്രവാചകൻ്റെ കൂടെയുള്ളവർ സാക്ഷരരാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ബിലാൽ, ഞാൻ ഈ നിലവിലുള്ള ഓർഡറിലാണ് എണ്ണി വരുന്നത് കേട്ടോ. ബിലാൽ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, തൽഹ, സുബൈർ, സഈദ്, നിങ്ങളിങ്ങനെ നോക്ക്, ഖാലിദ്, ഹംസ, അങ്ങനെ തുടങ്ങിയ ആളുകളൊക്കെയും, ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ, എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരാണ്. എന്നിട്ട് ഇവർക്കാർക്കും മുഹമ്മദ് നബിക്ക് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെയാണല്ലോ. എങ്കിൽ ബുഖാരിയിലുള്ളൊരു ഹദീസ്, ബുഖാരിയിലല്ല, മറ്റ് ഹദീസ് കിതാബുകളിലുള്ളൊരു ഹദീസ്, മാ മാത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഖറഅ വകതബ. ഹദീസാണ്. ഹദീസ് സ്വീകരിക്കുമല്ലോ അല്ലേ? എങ്കിൽ ഈ ഹദീസ് കേൾക്കണം. പ്രവാചകൻ മരിച്ചിട്ടില്ല. മാ മാത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മരിച്ചിട്ടില്ല. ഹത്താ ഖറഅ വകതബ, വായിക്കാതെയും എഴുതാതെയും മരിച്ചിട്ടില്ല. റസൂൽ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ആളായിരുന്നു. പ്രവാചകനെ കുറിച്ച് പറഞ്ഞാണ്, ഹദീസിൻ്റെ കിതാബുകളിലാണ് ഉള്ളത്. എന്ത് പറയും? അപ്പം ഇവർ പറയാം എന്താണെന്നറിയോ? റസൂൽ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പ് എഴുതാനും വായിക്കാനും പഠിച്ചിരുന്നു. ഇങ്ങനെ പറയും. ജംഅ ചെയ്യണമല്ലോ, ഹദീസുകളെ ജംഅ ചെയ്യണം, ഒപ്പിക്കണമല്ലോ. റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് ഈ മുസ്ലിം സമൂഹത്തിന് മൊത്തം നഷ്ടപ്പെട്ടു പോയൊരു വസിയത്തുണ്ട്. ആ വസിയത്ത് ഇങ്ങനെയാണ്. റസൂൽ ആ രോഗത്തിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പറഞ്ഞ്, തൂനിൽ കിതാബ്, എഴുതാനുള്ള സാധനം കൊണ്ടുപോവാ. അക്തുബുലക്കും, ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എഴുതിത്തരാം, കൊണ്ടുവരി. അപ്പോൾ ഉമർ പറഞ്ഞു, നിങ്ങൾ വിശ്രമിച്ചോളി, ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ കിതാബ് മതി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ പോണില്ല. ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാമെന്ന് റസൂൽ പറഞ്ഞത്, പറഞ്ഞുതരാമെന്നല്ല പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാമെന്ന് പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാമെന്ന് പറയുന്നത് എഴുതിത്തരാൻ തന്നെയല്ലേ? അക്തുബുലക്കും എന്നാണ്. എനിക്ക് കടലാസ് കൊണ്ടുപോവാ, ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം എന്നാണ് റസൂൽ പറയുന്നത്. ഹുദൈബിയ സന്ധിയുടെ സമയത്ത്, ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പ്രവാചകനും ഖുറൈശി നേതാക്കളും തമ്മിലൊരു കരാറുണ്ടാക്കി. ആ കരാറിൽ ഇങ്ങനെ പറയുന്നു, ഉക്തുബി ഷർത്ത ബൈനന, റസൂൽ പറഞ്ഞ് എഴുത്, അലിയാണ് എഴുതുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അലി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതി. ഹാദാ മാ ഖാല അലൈഹി മുഹമ്മദുൻ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് എഴുതുന്നത് എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ മുശ്രിക്കുകൾ പറഞ്ഞു, ലൗ നഅലമു അന്നക റസൂലുള്ളാഹ് താബഅനാക, നിങ്ങൾ നബിയാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു, ഞങ്ങൾ പിന്നെ വിശ്വസിക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവില്ലേ? നിങ്ങൾ നബിയാണെന്ന് ഉള്ള ആ പരാമർശം പാടില്ല. അപ്പോൾ റസൂൽ പറഞ്ഞു, മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുത് എന്ന് പറഞ്ഞു. അത് മായ്ക്കാൻ പറഞ്ഞു. ഫഅമറ അലിയൻ അൻ യംഹഹ, ആദ്യം എഴുതുന്നത് മായ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഖാല അലി പറഞ്ഞു, ലാ വല്ലാഹി ലാ അംഹഹ, ഞാനത് മായ്ക്കൂല. മുഹമ്മദ് നബി അള്ളാഹിൻ്റെ റസൂലാണ് എന്ന് ഞാൻ എഴുതിയത് ഞാൻ മായ്ക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ പറഞ്ഞു, അരിനി മക്കാനഹ, എവിടെ എഴുതിയ ആ ഭാഗം ഒന്ന് കാണിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ, ആ ഭാഗം കാണിക്കാൻ പറഞ്ഞു. കാണിച്ചു. ഫ അറാഹു മക്കാനഹ, അത് അവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ഫ മഹാഹ, റസൂൽ അത് മായിച്ചു. വക്കത്തബ ഇബ്നു അബ്ദുല്ല, ഇബ്നു അബ്ദുല്ല എന്ന് റസൂൽ എഴുതി ചേർത്തു ബുഖാരിയിൽ. വക്കത്തബ ഇബ്നു അബ്ദുല്ല, അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് എന്ന് പ്രവാചകൻ എഴുതി. ഏത് പ്രവാചകൻ എഴുത്തറിയില്ല നിങ്ങൾ പറയണത്? ബുഖാരിയിലുള്ളതാ. അപ്പോൾ പറയും സ്വന്തം പേര് എഴുതാനും ഒപ്പിടാനും അറിയാം. അങ്ങനെയാണ് ഇത് പറയുന്നത്. നോക്കണം നിങ്ങൾ, എന്നാലും സമ്മതിക്കൂല. സ്വന്തം പേര് എഴുതാനും ഒപ്പിടാനും അറിയാമെന്ന് പറയും. ഇനി ഒന്നുകൂടെ പറയാം. റസൂല് ഖദീജ ബീവിയുടെ മാനേജറായിരുന്നു. ഖദീജ ബീവി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയിൽ ടാറ്റ എന്നൊക്കെ പറയാവുന്ന വകുപ്പിലുള്ള ഒരാളാണ്. ആ നാട്ടിലെ മൊത്തം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബിസിനസ്സിൻ്റെ അധിപയാണ്. അതിൽ പെർഫ്യൂമുണ്ട്, ഈന്തപ്പഴമുണ്ട്, ഗോതമ്പുണ്ട്, ചോളമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നത് അങ്ങോട്ട് കൊണ്ടുപോയി വിൽക്കും, അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെയുള്ള ഒരു വലിയ കമ്പനിയുടെ മാനേജറായിട്ട് ഖദീജ ബീവിയെ പോലുള്ള ധിഷണാശാലിനിയായ ഒരു കച്ചവടക്കാരി മുഹമ്മദ് നബിയെ തിരഞ്ഞെടുക്കുമ്പോൾ മുഹമ്മദ് നബിക്ക് ഏറ്റവും ചുരുങ്ങിയത് കണക്കെഴുതാനുള്ള അറിവെങ്കിലും വേണ്ടേ?
കണക്ക് എഴുതാനുള്ള അറിവെങ്കിലും വേണ്ട, അല്ലാതെ ഇത്ര വലിയൊരു സംഭവം ഏൽപ്പിക്കുമോ? വിശ്വസ്തത മാത്രം കൈമുതലാക്കിയിട്ട്, അങ്ങനെയാണെങ്കിൽ മാനേജർ ആക്കൂലല്ലോ, കൂടെ പോയിക്കോളൂ ഒക്കെ നോക്കണം, ഒരു സൂപ്പർവൈസർ ആക്കിയിട്ടില്ലേ അയക്കുള്ളൂ. ഇത് മാനേജറായിട്ട് മൊത്തം ഉത്തരവാദിത്തം കൊടുത്തിട്ട് അയക്കുന്നത്. മാത്രമല്ല മൂപ്പർക്ക് സ്റ്റാഫിനെയും വെച്ചു കൊടുത്തു, ഈ മാനേജർക്ക് സ്റ്റാഫിനെ വെച്ചു കൊടുത്തു. അക്ഷരാഭ്യാസമില്ലാത്ത, നിരക്ഷരനായ, എഴുതാനും വായിക്കാനും അറിയാത്ത, കണക്ക് കൂട്ടാൻ അറിയാത്ത ഒരാളെ എങ്ങനെയാണ് ഖദീജ ബീവിയെ പോലുള്ള ഒരു കച്ചവടക്കാരി മാനേജറാക്കുക? അതൊന്നും ആലോചിച്ചാൽ പോരെ. പക്ഷെ ഒന്നും ആലോചിക്കൂല. കേട്ട് വന്നത് കേട്ട് പറയുക എന്നുള്ളത് മാത്രമാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ധർമ്മം. മാത്രമല്ല മുആവിയ ഉണ്ടാക്കിയ കൊള്ളരുതാത്ത മുഹമ്മദിനെ, മുആവിയയുടെ ഉപ്പയെയും ഉപ്പാപ്പയെയും വല്യുപ്പയെയും ഒക്കെ മഹത്വവൽക്കരിക്കുകയും മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിയുടെ കുടുംബത്തെയും ഒന്നിനും കൊള്ളാതാക്കുകയും ചെയ്യുക എന്നുള്ള ധർമ്മമാണ് ഈ കിതാബുകളൊക്കെയും ചെയ്തു വന്നിട്ടുള്ളത്. അതിനെ താങ്ങി നിർത്തലാണ് ഈ പൗരോഹിത്യത്തിൻ്റെ ലക്ഷ്യം. അത് ഏത് പൗരോഹിത്യമാണെങ്കിലും, തലയെക്കെട്ട് കെട്ടിയ പൗരോഹിത്യമാണെങ്കിലും, പാൻറ്റിട്ട പൗരോഹിത്യമാണെങ്കിലും, മുട്ടോളമുള്ള പൗരോഹിത്യമാണെങ്കിലും, താടിയിറങ്ങിയ പൗരോഹിത്യമാണെങ്കിലും, എല്ലാ പൗരോഹിത്യത്തിൻ്റെയും കഥ ഒന്നാണ്. അവരുടെയൊക്കെ ലക്ഷ്യം ഈ കിതാബുകളെ സംരക്ഷിക്കണം. മുഹമ്മദ് നബി എന്തായാലും കൊള്ളാം, അത് സാരില്ല, മുഹമ്മദ് നബി എങ്ങനെയായാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇത് സംരക്ഷിക്കണം, ഈ മുആവിയൻ മതത്തെ സംരക്ഷിക്കണം. എങ്കിലറിയണം, മുആവിയ ഉണ്ടാക്കിയ മുഹമ്മദ് നബിയല്ല ഖുർആൻ പറയുന്നത്. അക്ഷരാഭ്യാസമുള്ള ഖദീജ ബീവിയുടെ കച്ചവട സംഘത്തിൻ്റെ മാനേജറായ, എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും കണക്കെഴുതാനും അറിയാവുന്ന, കരാർ എഴുതുന്ന, സമൂഹത്തിന് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നബി. ആ നബിയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രവാചകൻ. ആ നബിയാണ് ബദറിൽ ബന്ദികളെ പിടിച്ചപ്പോൾ നിങ്ങൾക്ക് മോചനം തരാം 10 ആളുകൾക്ക് ഒരാളെ പഠിപ്പിക്കണം. മക്കക്കാരാണ് കേട്ടോ, മക്കക്കാരാണ്, അക്ഷരാഭ്യാസമില്ലാത്തവരാണ്. ഉമ്മി എന്ന് പറഞ്ഞാൽ ഇവരോട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ. മക്കയിലുള്ള ആളുകളെയാണ് പ്രവാചകൻ ഏൽപ്പിക്കുന്നത്. മദീനക്കാരിൽ പലർക്കും അക്ഷരാഭ്യാസമില്ല. 10 ആളുകൾക്ക് നിങ്ങൾ എഴുത്തും വായനയും പഠിപ്പിച്ചാൽ വിടാം. അതിൻ്റെ മഹത്വം അറിയുന്ന ആളാണ് പ്രവാചകൻ. ആ പ്രവാചകനെ കുറിച്ചാണ് നിരക്ഷരൻ എന്ന് യാതൊരു ലജ്ജയുമില്ലാതെ ഉളുപ്പുമില്ലാതെ ഈ പരിഷ്കൃത കാലത്ത് പോലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.